ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിച്ച് നടത്തുന്ന ഈ ബെനഡിക്റ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് 35-ാം ദിവസം. ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു വചനം സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 25-ാം വചനം. കർത്താവ് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യം 70 പേരിലേക്ക് പകർത്തുന്നതായി നമ്മൾ വചനത്തിൽ കാണുന്നു. ആ ചൈതന്യം ലഭിക്കുമ്പോൾ അവർ പ്രവചിക്കുന്നതായും വചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കൈവപ്പ് പ്രാർത്ഥനകളിലൂടെ, പ്രത്യേകിച്ച് അഭിഷിക്തരിലൂടെ, കൂദാശകളിലൂടെ, ധ്യാന ശുശ്രൂഷകളിലൂടെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അവരെ ഉണർത്തുവാൻ വേണ്ടി കൃത്യമാം വിധം ഇങ്ങനെയുള്ള ശുശ്രൂഷകളോടും കൂദാശകളോടും മക്കൾക്ക് താല്പര്യമുള്ളവരായി ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ചൈതന്യത്തിൽ മക്കൾ മുമ്പോട്ട് പോകുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സംഖ്യ 11:25. കർത്താവ് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ അഭിഷിക്തരുടെ കരങ്ങളിലൂടെ ദൈവിക ചൈതന്യങ്ങൾ വരദാനങ്ങളിലും നിറയുവാനിടയാകട്ടെ. കൂദാശകളിൽ ലഭിക്കുന്ന കൃപയിൽ മക്കൾ അനുദിനം വളർന്നു വരട്ടെ. കൗദാശിക ജീവിതത്തോടും ദേവാലയത്തോടും ദൈവശുശ്രൂഷകരോടുമുള്ള മനോഭാവം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വളരുകയും അങ്ങനെ കൃപയാൽ ആത്മീയ ജീവിതത്തിന് നല്ല ഉടമകളുമായി ഞങ്ങളുടെ മക്കൾ മാറട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.